ഹലോ ഡിയർ സൂപ്പർ കൺമണി സീരിയലിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ മാനസയാണെങ്കിലോ ജയമോഹനെ സാഗറിൻ്റെ അടുത്തേക്ക് എത്തിച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ ജയമോഹൻ സംസാരിക്കുന്നുണ്ട്. അപ്പോഴാണ് കാര്യങ്ങൾ അറിയുന്നത്. ജയമോഹനെ ഞങ്ങൾ പ്രതീക്ഷിച്ചു, വിളിക്കാൻ നിൽക്കുകയായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺമണിക്കൊരു സ്വീകരണം ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഇവിടെ. അപ്പോഴത്തേനും അതിലെ പ്രധാന അതിഥി ജയമോഹനാവുമെന്ന് പറയുന്നുണ്ട്. ജയമോഹൻ അപ്പോൾ പറയാൻ വന്ന കാര്യം അന്ന് പൊട്ടിക്കാം, അതായത് ആ ബോംബ് അന്ന് തന്നെ പൊട്ടിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അന്നൊന്നും പറഞ്ഞില്ല. അതിനുശേഷം തന്നെ മാനസ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് ചോദിക്കുമ്പോഴത്തേനും മോളെ ഇപ്പം ഞാൻ പറഞ്ഞില്ല, പക്ഷേ അതിന് വലിയൊരു അവസരം വരുന്നുണ്ട്. അവർക്ക് ശരിക്കും നാണം കെടുന്നൊരവസരം, അവർക്ക് എന്തുകൊണ്ടും സ്വീകരിക്കാൻ പറ്റുന്നൊരവസരം ഓപ്ഷൻ ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. അതെന്താണ്? കൺമണിക്കൊരു സ്വീകരണം കൊടുക്കുന്നുണ്ട്. അന്നത്തെ ദിവസം എല്ലാവരുടെ മുന്നിൽ വെച്ച് വേണം അത് സംസാരിക്കാൻ. എന്നാണ് നമ്മൾ വിചാരിച്ച കാര്യം നടക്കുകയുള്ളൂ എന്ന് പറയുന്നു. ശേഷം തന്നെ കൃഷ്ണൻ എന്തോ ഒരു പന്തികേട് പോലെ തോന്നുന്നുണ്ട്, എന്തോ ഒരു പ്രശ്നമുണ്ട്, അതുതന്നെയാണ് എന്ന് വിചാരിക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ മാനസയോട് ഈ വിവരം പറയുമ്പോഴത്തേനും വരുണിനോട് ചെന്നിട്ട് വരുണേ ഒരു സത്യമായിട്ടുള്ള ഒരു കാര്യം നടക്കാനായിട്ട് പോകുന്നു, നമുക്ക് രണ്ടുപേർക്കും കോൾ അടിക്കാൻ പോകുന്നു. അങ്ങനെ വരുണിനെ ചെന്ന് കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ വരുണും തിരിച്ചും കെട്ടിപ്പിടിക്കുന്നുണ്ട്. വരുണ് നല്ലൊരു അവസരം കിട്ടിയ പോലെ കേട്ടോ ഇപ്പം കാണുന്നത്. അപ്പോഴത്തേനും എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. വരുണേ എന്താ നീ പറയാനായിട്ട് പോകുന്നത്? അത് മാനസയോട് ഇഷ്ടമാണെന്നുള്ള കാര്യം തന്നെയാണ് കേട്ടോ. അതിനുശേഷം തന്നെ വരുണ് എന്തായാലും അനിരുദ്ധനെ വിളിച്ചതിന് ശേഷം തന്നെ സംസാരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ മാനസയുടെ വീട്ടിലാണ്, എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാനുണ്ടെന്ന രീതിയിലൊക്കെ പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ കൺമണിയും കൃഷ്ണനും കൂടി സംസാരിക്കുന്നതായിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. എന്തായാലും സന്തോഷകരമായിട്ടുള്ള ആ ഒരു ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ കൺമണിയും കൃഷ്ണനും. പക്ഷേ അവിടെ ഒരു ബോംബ് പൊട്ടിക്കാനാണ് ജയമോഹൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൽ നിന്നൊക്കെ അവർ എന്തായാലും രക്ഷപ്പെടും കേട്ടോ. അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രമോ കഴിയുന്നത്.